ബിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. റേഡിയോ ബി അറിവിനൊപ്പം കൂട്ടും കൂടാം. ഇന്ന് നിങ്ങൾക്കൊപ്പം ഞാൻ RJ ആൽവിൻ റോജി. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ക്രിസ് വൈബ്സ്, അധ്യാപകർ പങ്കുവെക്കുന്ന ക്രിസ്മസ് ചിന്തകൾ. ഇന്നത്തെ ക്രിസ് വൈബ്സിൽ നമ്മോടൊപ്പം ഉള്ളത് ഹിന്ദി അധ്യാപിക മിനി ജോസഫ് ടീച്ചറാണ്. ടീച്ചറിന്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. ജീവിതത്തെ നന്മകൾ കൊണ്ട് നിറയ്ക്കാം. റേഡിയോ ബി അറിവിനൊപ്പം കൂട്ടും കൂടാം. ദൈവം സ്വയം ശൂന്യനാക്കി മനുഷ്യനായി അവതരിച്ച പുണ്യദിനം. ഹൃദയം നിറഞ്ഞൊഴുകുന്ന സ്നേഹത്തിൽ സ്വയം ഇല്ലാതാകുന്നതിൻ്റെയും ഒന്നുമല്ലാതാകുന്നതിൻ്റെയും ആനന്ദം സമ്മാനിക്കുന്ന ദിവസം. സ്വർഗവും ഭൂമിയും തമ്മിൽ ചുംബിക്കുന്ന പാതിരാവിന്റെ കഥയാണ് ക്രിസ്മസ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപമാനവും തിരസ്കാരവും കൊണ്ട് വേദനിക്കേണ്ട ഒരു രാവ് പ്രകാശപൂരിതമായതിന്റെ ഓർമ്മ. വിണ്ണിലെ വെണ്ണക്ഷത്രം മഞ്ഞിലേക്ക്, മനുഷ്യന്റെ ഇല്ലായ്മയിലേക്ക് ഇറങ്ങി വന്ന വെളിച്ചത്തിന്റെ ഉത്സവം. ഇന്നു മുതൽ എന്റെ സങ്കടങ്ങളിൽ, വിജയപരാജയങ്ങളിൽ, സന്തോഷങ്ങളിലൊക്കെ ദൈവമായവൻ കൂടെയുണ്ട് എന്ന പ്രത്യാശയുടെ തിരുനാൾ. സന്തോഷം വറ്റിപ്പോകുന്ന ജീവിതങ്ങളിൽ നിരാശയുടെ കാർമേഘം പടരുമ്പോൾ ദൈവം നമ്മുടെ കൂട്ടിനുണ്ടെന്നുള്ളതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ പിറവിത്തിരുന്നാളും. ആരുടെയോ ഔദാര്യത്തിൽ ലഭിച്ച പുൽക്കൂട്ടിൽ പിറന്നു വീണ ദൈവപുത്രൻ എളിമയുടെ, ലാളിത്യത്തിന്റെ മഹാസന്ദേശമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. കേക്കും വൈനുമൊക്കെ അടങ്ങിയ വിഭവസമൃദ്ധമായ ഭക്ഷണവും പടക്കവും മിന്നിത്തിളങ്ങുന്ന ദീപാലങ്കാരങ്ങളുമൊക്കെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആഘോഷങ്ങളുടെ പെരുന്നാളായി ക്രിസ്മസ് മാറുമ്പോൾ കാലിത്തൊഴുത്തിന്റെ നിസ്സാരതയിൽ പിറന്നു വീണ ഉണ്ണി യേശുവിന്റെ സ്ഥാനം എവിടെയാണ്? എതിരാളിയോട് ക്ഷമിക്കുവാനും ശത്രുവിന് മാപ്പ് കൊടുക്കാനും പഠിപ്പിച്ച ദൈവപുത്രനോട് താതാത്മ്യപ്പെടുവാൻ നമുക്കാവുന്നുണ്ടോ? മറ്റുള്ളവരോടുള്ള ബന്ധങ്ങൾ ശരിപ്പെടുത്തുവാൻ നാം ശ്രമിക്കാറുണ്ടോ? ഹൃദയത്തിൽ സന്തോഷകരമായ ഒരു രൂപാന്തരീകരണം നടത്തുവാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും നാം പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ സഹായിച്ചേനെ. ഇല്ലായ്മയിൽ നിന്ന് അപരനെ സഹായിക്കാൻ നമുക്ക് കഴിയണം. ബന്ധപ്പെട്ട് കഷ്ടപ്പെട്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ നാം തയ്യാറാകണം. നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധി മറ്റുള്ളവരെ ആകർഷിക്കാൻ പറ്റണം. മറ്റുള്ളവരുടെ തെറ്റായ ജീവിതം ഒരിക്കലും ക്രിസ്തുവിനെ ആകർഷിച്ചിരുന്നില്ല. അതുപോലെ ക്രിസ്തു ചൈതന്യം സ്വായത്തമാക്കുവാൻ നമുക്കും സാധിക്കണം. തിന്മയുടെ, അധാർമികതയുടെ, മനുഷ്യത്വരാഹിത്യത്തിന്റെ കാർമേഘങ്ങൾ വ്യാപിച്ച ആധുനിക ലോകത്തിൽ പ്രകാശഗോപുരങ്ങളായി വർത്തിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. മറ്റുള്ളവരെ നിസ്വാർത്ഥമായി സ്നേഹിച്ചുകൊണ്ട്, നന്മ ചെയ്തുകൊണ്ട് ഡിസംബർ 25 മാത്രമല്ല, ഓരോ ദിവസവും നമുക്ക് ക്രിസ്മസ് ആക്കി മാറ്റാം. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് കാലത്ത് നമുക്കൊരു തീരുമാനമെടുക്കാം. മറ്റുള്ളവർക്ക് നന്മയിലേക്ക് വഴികാട്ടിയാവുന്ന പ്രകാശ നക്ഷത്രമായി ഞാൻ മാറും എന്ന ഉറച്ച തീരുമാനം. അങ്ങനെ ലോകത്തിന്റെ പ്രകാശമായി പിറന്നു വീണ ഉണ്ണി ഈശോയോട് ചേർന്ന് നമുക്ക് ഈ ക്രിസ്മസ് ആഘോഷിക്കാം. എല്ലാവർക്കും ക്രിസ്മസ് മംഗളം. റേഡിയോ ബിയുടെ ഇന്നത്തെ ക്രിസ് വൈബ്സ് ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. RJ ആൽവിൻ റോജി സൈനിങ് ഓഫ് ഫ്രം റേഡിയോ ബി അറിവിനൊപ്പം കൂട്ടും കൂടാ.